സരിതയുടെ കൂടെ സിനിമയ്ക്ക് പോട്ടെ പാപ്പ. പൊയ്ക്കോ പൊയ്ക്കോ. വേണ്ട വേണ്ട പാപ്പ. അവള് പൊയ്ക്കോട്ടെ എന്റെ ആമിന്. നിങ്ങൾ ഒരുത്തനാണ് അവളെ ഈ നിലയിലാക്കിയത്. പഠിക്കാൻ അയക്കണ്, സാരി മേടിച്ചു കൊടുക്കണ്, സിനിമ കാണാൻ അയക്കണ്, പുന്നാരമോടെ താളത്തിനകത്ത് ബാപ്പ കടന്ന് തുള്ളണ്. കുറക്കാലമായിട്ട് നിന്റെ താളത്തിന് നമ്മൾ തുള്ളിയില്ലേ, ഇനി മോളെ താളത്തിന് നമ്മൾ തുള്ളാം. തുള്ളു കെട്ടി ചേച്ചാലെ കൊണ്ട് രണ്ട് പെരേണ്ട പ്രായമായി. ഇതാ നോക്കി, ഈ പെണ്ണിനെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചാല് വീട് നോക്കാൻ അറിയണം, ചോറും കൂട്ടാനും വെക്കാൻ അറിയണം. അപ്പൊ നിന്നെ പോലെ എഴുത്തും വായനൊന്നും അറിയണ്ടെന്നാണോ? ഞമ്മക്ക് എഴുത്തും വായന അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് കുറവ്? ഞമ്മക്കുള്ള കുറവ് സത്യത്തിൽ നിനക്ക് അറിയാവുന്നതാണ്. അത് ഞമ്മളുടെ ഒറ്റ മോളുടെ മുമ്പിൽ വെച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. നമ്മൾ പറയുന്ന കേട്ട മോളെ, ഇവിടെ ഞമ്മള് നിക്കാതെ കഴിക്കുമ്പോ ഞമ്മള് ബൊമ്പായിലാണ്. കെട്ട് കഴിഞ്ഞ് 4-ാം ദിവസം ഞമ്മള് വണ്ടി കയറി. പുതുക്കല്ലേ, നമ്മുടെ കൽബിൽ ഇവളല്ലേ. ഓരോ ദിവസവും എഴുത്തെഴുതി. ഒരു കൊല്ലത്തില് 365 എഴുത്തെഴുതി. ഒരു മറുപടി അയച്ചോ? അതെന്താ പാപ്പ? ഞമ്മള് ബൊമ്പായിന്ന് വന്നപ്പ ഓളൊരു പെട്ടി എഴുത്തുമായിട്ട് വന്നേക്കണം. ഇതൊന്ന് വായിച്ചു തരീ. ആ രീതി കത്ത പാപ്പ? ഞമ്മളെ ഭാര്യക്ക് വേറെ ആരെങ്കിലും എഴുതിയ അവനെ നമ്മള് കൊല്ലൂലേ. ഞമ്മളെഴുതിയ എഴുത്താണ്. ഈ അമ്മയ്ക്ക് വായിക്കാൻ അറിഞ്ഞൂടാന്ന് ഞമ്മക്കറിയാവോ? 3 ദിവസം രാത്രിയും പകലും ഇരുന്നുകൊണ്ട് ആ എഴുത്തുകള് ഞമ്മള് തന്നെ വായിച്ചു കൊടുക്കേണ്ട വന്നു. ശരിക്കല്ലേ മാറേ? എന്നാ മോളെ, നീ സിനിമക്ക് പോയിക്കോ. എന്റെ പിന്നാരെ പാപ്പ, നിങ്ങൾ എവിടെ ബെടക്കാക്കും. അവള് ബെടക്കായിക്കോട്ടെ, സാരമില്ല. എന്താണ് നമുക്ക് നോക്കി നിൽക്കണത്? ഇത് കുടുംബമായിട്ടാണ് വിട്ടുകളാ. നായരെ, നിങ്ങൾ ഇന്നലെ ആശുപത്രി കിടന്നതോ അതോ ഇന്ന് പോയതോ? ഇപ്പൊ പോയുള്ളൂ. ആട്ടെ, ഇന്ന് എവിടെയാണ് വേദന? ഇവിടെയുമാണ് ശക്തിയായ വേദന. ഇന്നലെ ശ്വാസം മുട്ടലെന്നാണല്ലോ പറഞ്ഞത്. അത് മാറിയോ? എവിടെ? അല്ല, ഇതെന്താണ് ഉദ്യോഗത്തിന് ഇന്റർവ്യൂവിന് പോണ കടലാസ് പോലെ ഉണ്ടല്ലോ. അല്ല, ഡോക്ടർമാർ എഴുത്തൊന്നല്ലേ ആചാര്യ? അപ്പൊ കയ്യിൽ തന്നെ വെച്ചോ. അപ്പൊ ചുമ എങ്ങനെ? അല്ലോ ചുമക്കണ്ട, അതിന് കടലാസ് എഴുത്തരം ഞമ്മക്ക് അറിഞ്ഞൂടാ. അറിയാവുന്ന ഡാക്ടർമാരെടുത്തിയല്ലേ. അപ്പൊ പോയി കിടന്നോളി. എന്താടോ ഈ കാണിക്കുന്നത്? മകനെ, ശിവസുബ്രഹ്മണ്യ ഹരിരാമേന്ദ്ര, സ്ത്രീ അനർത്ഥമാണ്. അവളെ കണ്ട ഓടിക്കൊള്ളുക. ആ, രാവിലെ 9 മണി വരെ കോർപ്പറേഷൻ വാട്ടർ കിട്ടും. കുളിക്കണ വേഗം പോയി കുളിച്ചോ, അല്ലെ കെൽട്ടിങ്ങറിലോട്ട് പോകേണ്ടി വരും. കാപ്പി ഉപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം പോയി തിന്നോ. ആ, പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കി കഴിച്ചോണം. ഇതുവരെ അതായിരുന്നല്ലോ തൊഴില്. അടുക്കളയിൽ അരിയെല്ലാം ഉണ്ട്. ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഹലോ, നാട്ടിൽ നിന്ന് എപ്പോഴാണ് വന്നത്? ഇന്ന്. ജനാർദ്ദന, എന്റെ കൂടെ നാട്ടിൽ നിന്നൊരു സ്നേഹിതം വന്നിട്ടുണ്ട്. ആള് പാവാ, ഡിഗ്രി ഹോൾഡറാ. ഓഹോ. അയക്കൊരു ജോലി വേണം. നമ്മുടെ ആഫീസിൽ എങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ? ക്ലാർക്കുമാർക്കും മറ്റുള്ള ഇന്റർവ്യൂ നാളെ നടക്കുന്നുണ്ട്. നാളെയോ? അതിനവൻ ആപ്ലിക്കേഷൻ ഒന്നും അയച്ചിട്ടില്ലല്ലോ. അത് സാരമില്ല, ആപ്ലിക്കേഷൻ ഫയൽ എന്റെ അടുത്താണ്. നാളെ രാവിലെ ഒന്ന് എഴുതുന്നു, ഞാൻ ഫിറ്റ് ചെയ്തേക്കാം. താങ്ക് യു. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ചീഫിനെ ഇതുവരെ കണ്ടില്ല. ഒന്ന് മോൻ കാണിച്ചിട്ട് വരാം. തിരിച്ചു വരും, അപ്പൊ മുഖം കാണാം.
അവൾ തുണി വിരിച്ചിടാൻ പോയി. പുറത്തുണ്ടാവും, മോള് പോയി നോക്ക്. ബാപ്പ വാങ്ങി തന്നതാ, ദുബായ് കൂടെയാ. ഇതിന്റെ ഫാഷനൊക്കെ പോയിടി മോളെ, ഇപ്പൊ എല്ലാവർക്കും ഇത് തന്നെയാ. ബക്കറ്റ് കിണറ്റിപ്പോയോ? മകനെ, സ്ത്രീ അനർത്ഥമാണ്. അവളെ കണ്ടാൽ ഓടിക്കൊള്ളുക. ബയോഡാറ്റ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ആ, ഇനി നിന്റെ അച്ഛന്റെ ഈശ്വരന്മാരെ എല്ലാം മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് ഒപ്പിട്. ആ, രാവിലെ കൃത്യം 10 മണിക്ക് താൻ ഓഫീസിൽ ചെല്ലണം. അഡ്രസ്സിലില്ലേ? ഉണ്ട്, പക്ഷെ ഞാൻ തനിച്ചെങ്ങനെ പോകുന്നത്? എന്നാ 10 ആളുകളെ കൂടെ വിളിച്ചോ. അല്ല പിന്നെ രാവിലെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് നമ്പർ 15 കയറിയാ മതി. I won't stand any sinister deal being shoved up my ass by any of these rotten bastards. സൂക്ഷ്മ ബുദ്ധി, സൂത്രശാലി. He's an astute rascal. Yes, Commissioner. ഓർമ്മയുണ്ടോ ഈ മുഖം? It is my business to know. പറയണം, പറഞ്ഞേ തീരൂ. ഈ ഭരത് ചന്ദ്രൻ ഒന്ന് പിടിമുറുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഡൽഹിക്ക് മാറില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരത്ചന്ദ്രൻ ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ല. ഞായറാഴ്ച രാവിലെ 10:30 സുരേഷ് ഗോപി, രതീഷ്, രാജൻ പി ദേവ്, ശോഭന തുടങ്ങിയവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം കമ്മീഷണർ. കോളേജ് ലൈഫിൽ സുഖം പിന്നെ അറിയാൻ പറ്റൂ. ഓ, എന്തോ സുഖം. എക്സ്ക്യൂസ് മീ, 15 നമ്പർ ബസ് പോയോ? ഇറ്റ്സ് ഓൾ റൈറ്റ്. പൊട്ടനാണ്, പാവം, സംസാരിക്കാൻ വയ്യ. കണ്ടാ തോന്നില്ലല്ലേ? ഗുഡ് മോർണിംഗ് സർ. ശരി, മലയാളിയാണ്.